ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 28-ാം ഭാഗം. അമ്മേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 416-ാം നാമം ചിത് ശക്തി. ചിത് അധികം ശക്തി, ചിത് ശക്തി എന്നാണ് എഴുതുന്നത്. ചിത് എന്നാൽ ബോധം, കോൺഷ്യസ്നെസ് എന്ന് പറയും. ജ്ഞാനും ബ്രഹ്മവും രണ്ടല്ല, ഒന്നു തന്നെയാണ് എന്ന ആത്യന്തികമായ ജ്ഞാനം, ബ്രഹ്മജ്ഞാനം. ആ ജ്ഞാനം സ്വരൂപമാക്കിയവൾ ജ്ഞാനസ്വരൂപിണിയായ ദേവി. ബ്രഹ്മജ്ഞാനം നേടാനായി ദേവീഭജനം സ്ഥിരമായിട്ട് ചെയ്യുക. നമ്മളീ കാണുന്ന ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും കർമ്മബന്ധങ്ങളും നമ്മളെ ആകുലപ്പെടുത്തുന്നതും നമ്മളെ അലട്ടുന്നതുമായ സകല കാര്യങ്ങളും മായയുടെ ഭാഗമാണെന്നും പ്രപഞ്ച സൃഷ്ടാവായ പരമാത്മാവും സാക്ഷാൽ പരാശക്തിയും അവരിലേക്കുള്ള പാതയും മാത്രമാണ് യാഥാർത്ഥ്യവും എന്ന പരമമായ ജ്ഞാനം, ബ്രഹ്മജ്ഞാനം നേടുന്നതിനായി ദേവീഭജനം സ്ഥിരമായി ചെയ്യുക. 417-ാം നാമം ചേതനാരൂപ. ചേതന എന്നാൽ തേജസ്, ഓജസ്, ഊർജ്ജസ്വലത എന്നൊക്കെ പറയും. ചേതനയേറ്റ ശരീരമാണ്. ജീവനില്ലാത്ത ശരീരത്തിന് ചേതനയേറ്റ ശരീരം എന്ന് പറയും. ദേവി ചേതനാരൂപയാണ്. ഊർജ്ജസ്വലത സ്വരൂപമാക്കിയവളാണ് ദേവി പരാശക്തി. ശ്രീലളിതാ സഹസ്രനാമ പാരായണം സ്ഥിരമായി ചെയ്യുന്നതിലൂടെ നമ്മുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും മനസ്സിനും ശരീരത്തിനുമുള്ള എല്ലാ ആധികളും വ്യാധികളും നീക്കാനുമായിട്ട് സാധിക്കും. സ്ഥിരമായി പരിപൂർണ ഭക്തിയോടെ ശ്രീലളിതാ സഹസ്രനാമ പാരായണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേവിയെ ചേതനാരൂപ എന്ന് വിളിക്കുന്നതിൽ ഒരു അത്ഭുതവും തോന്നില്ല. കാരണം നമ്മൾ നാമം ചൊല്ലാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആകെ ആകുലപ്പെട്ട് ആകെ വിഷണ്ണാവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പോലും ആ നാമം ചൊല്ലി കഴിയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷവും സമാധാനവും ഊർജ്ജസ്വലതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ ഓജസ്സും തേജസ്സും പ്രദാനം ചെയ്യുന്ന ദേവിയെ ചേതനാരൂപ എന്ന് വിളിക്കുന്നു. 418-ാം നാമം ജഡശക്തി. എന്താ ഈ ജഡം? ചേതനയില്ലാത്ത വെറും ശരീരം മാത്രമായിരിക്കുന്ന രൂപത്തിനെയാണ് ജഡം എന്ന് പറയാം. ആ ജഡത്തിന് എല്ലാ ചരാചരങ്ങളുടെയും ആ സ്ഥൂല ശരീരത്തെ ജഡമായി കണ്ടാൽ ആ ജഡത്തിന് ശക്തി പകരുന്നവളാണ് ദേവി പരാശക്തി. ഇനി ഇതേ നാമത്തെ മറ്റൊരു രീതിയിൽ കാണാം. ഭൂമിയിലെ ചേതനാരൂപയായ ചൈതന്യസ്വരൂപിണിയും ദേവിയാണ്. ദേവിയുടെ ആ ശക്തിയിൽ നിന്ന് തന്നെയാണ് ജീവജാലങ്ങൾക്കെല്ലാം രൂപം നൽകുന്നത്. അപ്പോൾ ജീവനില്ലാത്ത ശരീരവും ആ ശരീരത്തിനകത്തെ ജീവനും ആരാകുന്നു? ദേവി ആദിപരാശക്തി തന്നെയാകുന്നു. ദേവി ഒരേ സമയം ബ്രഹ്മസ്വരൂപിണിയായ ചൈതന്യരൂപിയായും മായാരൂപിയായ ജഡമായും ആ ശരീരമായും നിലനിൽക്കുന്നു എന്ന് അർത്ഥം. നാമം 419 ജഡാത്മിക. ഇത് ദേവിയുടെ വിശ്വരൂപത്തെ അല്ലെങ്കിൽ വിരാട് രൂപത്തെ പറ്റിയുള്ള പരാമർശമാണ്. നമുക്ക് ഭഗവത്ഗീതയിലെല്ലാം ഭഗവാൻ കൃഷ്ണൻ്റെ വിരാട് രൂപത്തെപ്പറ്റി, വിശ്വരൂപത്തെ പറ്റിയുള്ള വർണ്ണനയുണ്ട്. അതായത് ശിരസായുധോ താവകം സത്യലോകം, തിരുപ്പാദപത്മങ്ങൾ പാതാളലോകം, ധരിത്രീ നിതംബം നമസ്തേ നമസ്തേ, വിരാട് പുരുഷൻ നീ വിരിഞ്ചാതിസേവ്യൻ, ശിരസായുധോ താവകം സത്യലോകം, തിരുപ്പാദപത്മങ്ങൾ പാതാളലോകം, ധരിത്രീ നിതംബം നമസ്തേ നമസ്തേ. ഈ വിധത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ പരമാത്മാവിൻ്റെ വിരാട് രൂപത്തെ വർണ്ണിക്കുന്നുണ്ട്. ഈ വിധത്തിൽ 14 ലോകങ്ങളും ശരീരത്തിൻ്റെ ഭാഗമായ ദേവി ആദിപരാശക്തിയുടെ വിശ്വരൂപം, ആ വിശ്വരൂപത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നതെല്ലാം തന്നെ. പ്രപഞ്ചത്തിലെ സകലതും ദേവിയുടെ വിരാട് രൂപത്തിൻ്റെ ഭാഗമാണ് എന്ന അർത്ഥത്തിലാണ് ദേവിയെ ജഡാത്മിക എന്ന് വിളിക്കുന്നത്. നാമം 420 ഗായത്രി. ദേവിയെ ഗായത്രി മന്ത്രസ്വരൂപിണിയായി പറയുന്നു. ആ മന്ത്രത്തിൻ്റെ, ഗായത്രി മന്ത്രത്തിൻ്റെ അധിപതിയായ ഭഗവതിക്ക്
5 മുഖങ്ങളും 10 കൈകളുമുണ്ട് എന്നും ദേവി സൂര്യമണ്ഡലത്തിൽ കുടികൊള്ളുന്ന ആദിപരാശക്തി തന്നെയാണ് എന്നും പറയുന്നു. ഗായത്രി എന്ന ഛന്ദസ്സിലാണ്, ഛന്ദസ് എന്നാൽ മീറ്റർ, ആ മീറ്ററിലാണ് ലളിതാ സഹസ്രനാമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. സൂര്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഭഗവതി നമ്മുടെ ഉള്ളിലെ ബുദ്ധിയെ, ബുദ്ധി ധീ അതിനെ പ്രകാശിപ്പിക്കട്ടെ. ഗായത്രി മന്ത്രത്തിൽ പറയുന്ന ഓം ഭൂർ ഭുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. ആ സവിതാവ്, അതായത് പ്രപഞ്ചത്തിന് മുഴുവൻ എനർജി, ചൈതന്യം പ്രദാനം ചെയ്യുന്ന, പ്രകാശം പ്രദാനം ചെയ്യുന്ന ആ സൂര്യഭഗവാൻ എൻ്റെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ആ സൂര്യമണ്ഡലത്തിൽ വിളങ്ങുന്ന ദേവി ആദിപരാശക്തിയാണ് ഈ ചൈതന്യത്തിൻ്റെ സ്രോതസ്സായി പറയുന്നത്. ആ വിധത്തിൽ ഗായത്രി മന്ത്രസ്വരൂപിണിയായ ദേവി ആദിപരാശക്തി ദേവിയെ ഗായത്രി എന്ന് വിളിക്കുന്നു. നാമം 421 വ്യാഹൃതി. ഈ വ്യാഹൃതി എന്ന സംസ്കൃത പദത്തിനർത്ഥം ഉച്ചാരണം, അട്ടറൻസ്, സ്പീച്ച് എന്നൊക്കെയാണ് ഇതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇത് പാർവതി ദേവിയുടെ മറ്റൊരു നാമം കൂടിയാണ്. ഗായത്രി മന്ത്രത്തിലെ ഭുർ ഭുവസ്വഹ എന്ന് പറയുന്ന ഈ 3 നാമങ്ങളും വ്യാഹൃതികളാണത്രേ. ഇതിൽ ഭുർ എന്നാൽ ശരീരം, ശരീരമാകുന്ന ആ ഫിസിക്കൽ സ്റ്റേറ്റ്. ഭുവ എന്നാൽ മനസ്സ്, മനസ്സ് ആൻഡ് ഇമോഷൻസ്, നമ്മുടെ വികാര വിചാരങ്ങളും മനസ്സും ചേർന്നതാണ് ഈ ഭുവ. ആൻഡ് സ്വഹ ആണ് ആത്മാവ്, ആത്മൻ എന്ന് പറയുന്ന ഒരു സുപ്രീമായിട്ടുള്ള തലമാണ് സ്വഹ. ഈ വിധത്തിലാണ് ഗായത്രി മന്ത്രം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ദേവിയെ വ്യാഹൃതി എന്ന് വിളിക്കുന്നതിലൂടെ ദേവി ശരീരവും മനസ്സും ആത്മാവും ചേർന്ന വ്യാഹൃതിയാണ് എന്നൊരർത്ഥമുണ്ട്. വ്യാഹൃതി എന്നാൽ പാർവതി ദേവിയുടെ മറ്റൊരു പേരാണ്. വ്യാഹൃതി എന്നതുകൊണ്ട് വ്യവഹാരങ്ങളുടെ അധിപതി, പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അത് ഭാഷയിലൂടെ ആവാം, പരസ്പര സഹകരണത്തിലൂടെ ആവാം, ഇതിൻ്റെ എല്ലാം മൂർത്തിയായിട്ടുള്ള ദേവി ആദിപരാശക്തിയെ വ്യാഹൃതി എന്ന് വിളിക്കുന്നു. ഇനി നോക്കൂ, നാമം 422 സന്ധ്യ. ഇത് രസകരമായിട്ടുള്ള ഒരു നാമമാണ്. പകലിനെയും രാത്രിയെയും ബന്ധിപ്പിക്കുന്ന ഒരു സമയമാണല്ലോ സന്ധ്യ. ഈ വിധം ആത്മാവിനെയും ബ്രഹ്മത്തെയും, അതായത് സെൽഫിനെയും ഒരു സുപ്രീമായിട്ടുള്ള ബ്രഹ്മത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ദേവി ലളിതാംബിക. അതായത് നമ്മൾ എന്ന വ്യക്തിയെയും പരമാത്മാവിനെയും ഈ പ്രപഞ്ചത്തെയും കൂട്ടിയിണക്കുന്ന കണ്ണിയായി വർത്തിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ സന്ധ്യ എന്ന് വിളിക്കുന്നു. ഇനി സന്ധ്യാവന്ദനം ദേവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. സന്ധ്യാസമയത്ത് പൂജിക്കപ്പെടേണ്ടവൾ. സന്ധ്യാസമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നു. അതിനാൽ ദേവിയെ സന്ധ്യ എന്ന് വിളിക്കുന്നു. 423 നാമം ദ്വിജവൃന്ദ നിഷേവിത. ഭൂമിയിലെ സകലരാലും പൂജിക്കപ്പെടുന്നവൾ, ബ്രാഹ്മണരാൽ പൂജിക്കപ്പെടുന്നവൾ, ബ്രാഹ്മണർക്ക് പ്രിയമുള്ളവൾ. ആരായി ബ്രാഹ്മണൻ? ജന്മം കൊണ്ടല്ലാതെ കർമ്മം കൊണ്ട് ബ്രാഹ്മണനായവൻ, നല്ല പ്രവൃത്തി ചെയ്യുന്ന, ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണനാൽ പൂജിക്കപ്പെടുന്നവൾ, ആ ബ്രാഹ്മണനിൽ പ്രിയമുള്ളവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ ദ്വിജവൃന്ദ നിഷേവിത എന്ന് വിളിക്കുന്നു. നാമം 424 തത്വാസന. തത്വത്തെ ആസനമാക്കിയവൾ. ശൈവ വിധി അനുസരിച്ച് ഈ ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള വഴിയും പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ളൊരു വഴിയായിട്ടൊക്കെ തത്വങ്ങളെ കാണുന്നുണ്ട്. ശൈവചിന്ത പ്രകാരം ശുദ്ധതത്വങ്ങളും ശുദ്ധാശുദ്ധ തത്വങ്ങളും അശുദ്ധ തത്വങ്ങളുമുണ്ട്. ശുദ്ധതത്വങ്ങളാണ് ശിവതത്വ, ശക്തിതത്വ, സദാശിവ അല്ലെങ്കിൽ സാഖ്യതത്വ, ഈശ്വരതത്വ, ശുദ്ധവിദ്യാതത്വ എന്ന് പറയുന്നത്. ശുദ്ധാശുദ്ധ തത്വങ്ങളാണ് മായയും പുരുഷനും. അശുദ്ധ തത്വങ്ങളായി പറയുന്നത് 4 അന്ധകരണങ്ങൾ. അന്ധകരണങ്ങളായി പറയുന്നത് പ്രകൃതി, ബുദ്ധി, അഹങ്കാരം, മനസ്സ് ഇവയാണ്. പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും
പിന്നെ പഞ്ചഭൂതങ്ങളും 5 തന്മാത്രകളുമാണ് അശുദ്ധ തത്വങ്ങളായും പറയുന്നത്. ഈ ശുദ്ധതത്വത്തിലും ശുദ്ധാശുദ്ധതത്വത്തിലും അശുദ്ധതത്വത്തിലും ഒരുപോലെ നിലനിൽക്കുന്നവളായ ദേവി ലളിതാംബികയെ തത്വത്തെ ആസനമാക്കിയവൾ, തത്വത്തിൽ ഇരിപ്പുറപ്പിച്ചവൾ എന്ന അർത്ഥത്തിൽ വിളിക്കുന്നു. ഈ തത്വം എന്നതുകൊണ്ട് ഭ്രമമാണ് പരമമായ യാഥാർത്ഥ്യമെന്നും നമ്മൾ ചുറ്റിനും കാണുന്നതെല്ലാം മായയുടെ ഭാഗമാണ് എന്ന ആ അറിവിനെയും തത്വം എന്ന് വിളിക്കാം. ആ തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചൈതന്യരൂപിയായ ദേവി ലളിതാംബിക.